ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അവർ ആണവ ഭീഷണി മുഴക്കി നോക്കി, മുട്ടുമടക്കിയില്ല. ലോകത്തിലെ ഒരു രാജ്യവും ഇന്ത്യയെ തടഞ്ഞിട്ടില്ല. മോദി. പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക്മെയിലിംഗ് ഇനി വില പോവില്ലെന്നും ആണവ ഭീഷണിക്ക് മുൻപിൽ തലകുനിക്കുകയില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തെളിയിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പ്രതിരോധത്തിന് നടപടികളെടുക്കുന്നതിൽ നിന്നും ലോകത്തിലെ ഒരു രാജ്യവും ഇന്ത്യയെ തടഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 193 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രോഗിയെ ആശുപത്രിയിലെത്തിച്ചു. മരിച്ചതോടെ യുവാവിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് 13 മാസം. ഒടുവിൽ മോചനം. ദയനീയമാണ് വാടക മുറിയിലെ ആ യുവാവിന്റെ ഇരിപ്പ്. അതിലും ദയനീയമാണ് അയാളുടെ ജീവിതം. ഒരു തെറ്റും ചെയ്യാതെ ചിതറിപ്പോയ തന്റെ ജീവിതത്തെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് രാജേഷ് വിശ്വകർമ്മ. മധ്യപ്രദേശ് ഭോപ്പാലിലെ ആദർശ് നഗർ ചേരിയിലാണ് രാജേഷ് ഇപ്പോഴുള്ളത്. 395 ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചെത്തിയതാണ് രാജേഷ്. ചെയ്ത കുറ്റമാകട്ടെ രോഗിയായ അയൽവാസിയെ ആശുപത്രിയിൽ എത്തിച്ചതും. സ്വന്തമായി ഭൂമിയോ മാതാപിതാക്കളോ നിയമപരിജ്ഞാനമോ ഇല്ലാത്ത ദിവസക്കൂലിക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ ജോലിയില്ല. 13 മാസം പൂട്ടിയിട്ട വീടിന് വാടക കുടിശ്ശിക നൽകണം. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായിരിക്കുകയാണ് ഇയാൾ. 2024 ജൂൺ 16 രാജേഷിന്റെ ജീവിതത്തെ കൂടുതൽ യാതനയിലേക്ക് എത്തിച്ച സംഭവം നടന്നത്. അയൽപക്കത്തെ വേദന അനുഭവിക്കുകയായിരുന്ന സ്ത്രീയെ രാജേഷ് GIG ബംഗ്ലാവിന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ അവർക്ക് ചികിത്സ ഉറപ്പാക്കി അയാൾ ജോലിക്ക് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ആ സ്ത്രീ മരിച്ചു. പിറ്റേ ദിവസം രാവിലെ കൊലപാതക കുറ്റത്തിന് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ എന്നോട് ആശുപത്രിയിൽ എത്തിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുപോയി. വൈകുന്നേരം പോലീസ് എന്നെ തേടി വന്നു, ചോദ്യം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്നെ അറസ്റ്റ് ചെയ്തു. ആ സ്ത്രീയെ ചികിത്സയ്ക്കാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് ഞാൻ പോലീസുകാരോട് പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ അവർ സമ്മതിച്ചില്ല. എന്നെ 9 ദിവസം സ്റ്റേഷനിൽ വെച്ചു. അവിടെ നിന്ന് നേരെ ജയിലിലേക്ക് അയച്ചു. വക്കീലിനെ വെക്കാൻ എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല, രാജേഷ് മാധ്യമപ്രതിനിധിയോട് പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവ്, ഓപ്പറേഷൻ സിന്ധു. ലോക്സഭയിൽ കത്തിക്കയറി അമിത് ഷാ, പ്രശംസിച്ച് മോദി. ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏപ്രിൽ 22 നടന്ന പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തിന് ഉത്തരവാദികളായ 3 ഭീകരരെ വധിച്ച സൈന്യത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് ചൊവ്വാഴ്ചയാണ് അമിത് ഷാ ലോക്സഭയെ അറിയിച്ചത്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ കൃത്യമായി വെളിവാക്കുന്നതായിരുന്നു ഷായുടെ പ്രസംഗമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 3 വർഷത്തിനിടെ ചെയ്തത് 600 പോസ്റ്റ്മോർട്ടം. 100 കിലോയിലേറെ ഭാരമുയർത്തും 26-കാരിയായ ഡോക്ടർ വൈറൽ. ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു വനിതാ ഡോക്ടറാണ്. 26-കാരിയായ യാൻയൻ. ആരോഗ്യരംഗത്തെ വാർപ്പ് മാതൃകകളെ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന യാൻയനിന്റെ രീതികളാണ് അവരെ വൈറലാക്കിയിരിക്കുന്നതെന്ന് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്ക്വിംഗ് മുനിസിപ്പാലിറ്റിയിലെ ഫോറൻസിക് ലബോറട്ടറിയിലെ ഫോറൻസിക് പാത്തോളജിസ്റ്റാണ് യാൻയൻ. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ 600 മൃതദേഹങ്ങളാണ് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ചോങ്കിംഗ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോറൻസിക് മെഡിസിനിൽ ബിരുദം നേടിയത് മുതൽ അപ്രതീക്ഷിതമായും സംശയകരമായും മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ യാൻഗെയിൻ കൈകാര്യം ചെയ്തു തുടങ്ങി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവിനെതിരെ അന്വേഷണം. നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവ്. വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകൾ ഹാജരാക്കിയതിനുമെതിരായാണ് അന്വേഷണം. ഭാരതീയ ന്യായ സംഹിത 227 വകുപ്പ് പ്രകാരമാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023 നിവിൻ പോളി, സംവിധായകൻ എബ്രിഡ് ഷൈൻ, തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു. ഇക്കാര്യം മറച്ചുവച്ച ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കി. ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കുകയും ചെയ്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രേതവും ക്രോധവുമായി തുർക്കി. ബോംബിന്റെ ഉദ്ദേശമെന്ത്?
നിരീക്ഷിച്ച ഇന്ത്യ. യുദ്ധവിമാനങ്ങളിൽ നിന്നും പ്രയോഗിക്കാവുന്ന ഭാരമേറിയ ബോംബുകൾ അനാവരണം ചെയ്ത് തുർക്കി. ഗസബ് അഥവാ ക്രോധം, ഹയാലെത്ത് അഥവാ പ്രേതം എന്നീ പേരുകളിലാണ് ഭീമൻ ബോംബുകളെ തുർക്കി വിശേഷിപ്പിക്കുന്നത്. തുർക്കിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ വികസിപ്പിച്ച ഈ ബോംബുകൾ തുർക്കി നടത്തുന്ന 17ാമത് അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് അവതരിപ്പിച്ചത്. ഗസബ് എന്ന ബോംബിന് ഏകദേശം 970 കിലോഗ്രാമാണ് ഭാരം. തുർക്കി ഇതുവരെ വികസിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ ബോംബാണ് ഇതെന്നാണ് വിവരം. ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തി പൊട്ടിത്തെറിക്കുന്ന ഫ്രാഗ്മെന്റ് എക്സ്പ്ലോഷൻ സംവിധാനമാണ് ഈ ബോംബിൽ ഉപയോഗിക്കുന്നത്. അതേസമയം ഹയാലത്ത് എന്നത് കോൺക്രീറ്റ് നിർമ്മിതികളെയും തുളഞ്ഞു കയറി അകത്ത് ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണ്. തൊഴിയൂർ സുനിൽ വധക്കേസ്. തെറ്റായി ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലീസുകാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ്. RSS പ്രവർത്തകനായിരുന്ന തൃശൂർ തൊഴിയൂരിലെ സുനിൽ കുമാറിനെ വെട്ടിക്കൊന്ന കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലീസുകാരിൽ പണം ഈടാക്കി നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാർ ഉത്തരവ്. ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതമാണ് നൽകേണ്ടത്. 1994 ഡിസംബർ 4 പുലർച്ചെ 2 തൊഴിയൂരിലെ സുനിൽകുമാറിനെ വീട്ടിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. ഗുരുവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച കേസിൽ CPM പ്രവർത്തകരായ 9 പേരെ പ്രതി ചേർത്തിരുന്നു. ഇതിൽ 4 പേരെ തൃശൂർ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പ്രതികൾ നൽകിയ അപ്പീലിൽ അന്വേഷണം കുറ്റമറ്റതല്ലെന്ന് കണ്ടെത്തി. 4 പ്രതികളെയും ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. പാകിസ്ഥാൻ അയച്ചത് 1000 മിസൈലുകളും ഡ്രോണുകളും എല്ലാം അന്തരീക്ഷത്തിൽ വച്ച് തന്നെ നശിപ്പിച്ചു മോദി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ അയച്ച 1000 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യ തകർത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള ചർച്ചയിലാണ് മോദി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തു. മെയ് 9 പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് 1000 മിസൈലുകളും ഡ്രോണുകളുമാണ്. പക്ഷെ എല്ലാത്തിനെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു, മോദി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.